രോഹിതേട്ടാ, കഴിഞ്ഞ കുറെ നാളുകൾക്കിടയിൽ പാർട്ടി വിട്ട് UDF വിട്ട് കോൺഗ്രസ് വിട്ട് CPM-ലേക്കൊക്കെ ചേക്കേറിയ കുറേയധികം വ്യക്തികളുണ്ട്, നേതാക്കന്മാരുണ്ട്. അപ്പോൾ ഇവരെല്ലാം പലരുടെയും പേരുകൾ കേട്ടിരുന്നു. ഇവരെല്ലാം തന്നെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ കേട്ടിരുന്നു. പക്ഷെ ഇവരാരും തന്നെ ഈ പറഞ്ഞ സ്ഥാനാർത്ഥി പട്ടികയിലില്ല എന്നുള്ളതാണ് സത്യം. ഇടതുപക്ഷത്തേക്ക് പോയവർക്ക് രാഷ്ട്രീയ മരണമാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ചെറിയാൻ ഫിലിപ്പ്. കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തിലേക്ക് ചേക്കേറിയ പല നേതാക്കളുടെയും ഇന്നത്തെ അവസ്ഥയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഒരിക്കൽ കോൺഗ്രസിൽ ശക്തമായ സ്ഥാനങ്ങളും സ്വാധീനവും നേടിയിരുന്ന പലരും ഇന്ന് രാഷ്ട്രീയത്തിൽ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്. കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തേക്ക് പോയവരുടെ രാഷ്ട്രീയ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു. കോൺഗ്രസിൽ പ്രമുഖ സ്ഥാനം വഹിച്ചിരുന്ന പ്രൊഫസർ KV തോമസ്, VT ചാക്കോ, ലതിക സുഭാഷ്, ഫിലിപ്പോസ് തോമസ്, ശോഭന ജോർജ്, KC റോസക്കുട്ടി, ഷാഹിദ കമാൽ, KP അനിൽകുമാർ, PS പ്രശാന്ത്, ഡോക്ടർ P സരിൻ, A രാമസ്വാമി, സതികുമാർ, റിയാസ് പഴഞ്ഞി, ബാബു ജോർജ്, ഡോക്ടർ സജി ചാക്കോ തുടങ്ങിയവരിൽ ഒരാൾ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയല്ല. ഇവർക്ക് പഴയ സ്മരണകൾ അയവിറക്കി കഴിയാം. കോൺഗ്രസിൽ എനിക്ക് ജയസാധ്യതയുള്ള സീറ്റ് നൽകാൻ തയ്യാറായിരുന്നെങ്കിലും 70 കഴിഞ്ഞതിനാൽ മത്സരിക്കാനില്ലെന്ന പരസ്യ നിലപാടാണ് മാസങ്ങൾക്ക് മുമ്പേ ഞാൻ സ്വീകരിച്ചത്. അത്തരം ഒരു നിലപാട് എൻ്റെ പഴയ സുഹൃത്തുക്കളാരും സ്വീകരിച്ചതായി അറിയില്ല. തുക്കൽ കോൺഗ്രസിന്റെ മുഖച്ഛായയായിരുന്നവർ. എന്നാൽ പാർട്ടി വിട്ട് പുതിയ രാഷ്ട്രീയ അഭയം തേടിയപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ അംഗീകാരം ലഭിച്ചില്ലെന്നാണ് വിമർശനം. ഇന്നത്തെ യാഥാർത്ഥ്യം എന്താണ്? കോൺഗ്രസിൽ വലിയ സ്ഥാനങ്ങൾ വഹിച്ചു, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരങ്ങൾ ലഭിച്ചു, ജനപിന്തുണയും സംഘടനാ ശക്തിയും ഉണ്ടായിരുന്നു. പക്ഷേ പാർട്ടി വിട്ടതിനു ശേഷം പുതിയ മുന്നണിയിൽ സ്ഥാനമില്ല, തെരഞ്ഞെടുപ്പിൽ അവസരമില്ല, പൊതുജന ശ്രദ്ധയിൽ പോലുമില്ല. ഇത് സാധാരണ രാഷ്ട്രീയ പരാജയം മാത്രമല്ല, ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. കോൺഗ്രസ് വിട്ട് പുതിയ വഴികൾ തേടാൻ ആലോചിക്കുന്നവർക്ക് ഇതൊരു വലിയ സന്ദേശമാണ്. വർഷങ്ങളോളം പ്രവർത്തിച്ചു വളർന്ന ഒരു പാർട്ടി വിട്ടുപോകുന്നത് എളുപ്പമാണ്. പക്ഷേ പുതിയ ഇടത്ത് അതേ അംഗീകാരം നേടുന്നത് അത്ര എളുപ്പമല്ല, ചെറിയാൻ ഫിലിപ്പ് വ്യക്തമാക്കുന്നു. കോൺഗ്രസിൽ ജയസാധ്യതയുള്ള സീറ്റ് ലഭിക്കാമായിരുന്നിട്ടും വ്യക്തിപരമായ നിലപാടിന്റെ ഭാഗമായി മത്സരിക്കാതിരിക്കാനാണ് തീരുമാനിച്ചത്. അതായത് അവസരം ഇല്ലാത്തത് കൊണ്ടല്ല, ഒരു നിലപാടിന്റെ പേരിലാണ് അദ്ദേഹം മാറി നിൽക്കുന്നത്. ഇവിടെ ചോദ്യം ഒന്നു മാത്രമാണ്: കോൺഗ്രസ് വിട്ടുപോകുന്നവർക്ക് ശരിക്കും ലഭിക്കുന്നത് എന്താണ്? പുതിയ രാഷ്ട്രീയ ഭാവി, അതോ രാഷ്ട്രീയ മറവിയോ? ഇന്ന് പാർട്ടി വിട്ടുപോയ പലരും പഴയ ഓർമ്മകളുമായി കഴിയുമ്പോൾ കോൺഗ്രസിൽ തുടരുന്നവരാണ് ഇപ്പോഴും സജീവ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രത്തിൽ. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വിടാൻ ആലോചിക്കുന്നവർക്ക് ഇത് ഒരു ശക്തമായ മുന്നറിയിപ്പ്. രോഹിതേട്ടാ, കഴിഞ്ഞ കുറെ നാളുകൾക്കിടയിൽ പാർട്ടി വിട്ട് UDF വിട്ട് കോൺഗ്രസ് വിട്ട് CPM-ലേക്കൊക്കെ ചേക്കേറിയ കുറേയധികം വ്യക്തികളുണ്ട്, നേതാക്കന്മാരുണ്ട്. അപ്പോൾ ഇവരെല്ലാം പലരുടെയും പേരുകൾ കേട്ടിരുന്നു. ഇവരെല്ലാം തന്നെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ കേട്ടിരുന്നു. പക്ഷെ ഇവരാരും തന്നെ ഈ പറഞ്ഞ സ്ഥാനാർത്ഥി പട്ടികയിലില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ UDF-ൽ സ്ഥാനം കിട്ടുന്നില്ല, ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് CPM-ൽ കയറിയിട്ട് അവിടെയും സ്ഥാനം കിട്ടാത്ത അവസ്ഥയിൽ ഇവിടുന്ന് പുറപ്പെടുകയും ചെയ്ത് ഇവിടെ എത്തുകയും ചെയ്തില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലല്ലേ അവരിപ്പോൾ ഉള്ളത്. ഈ കോൺഗ്രസിൽ ഇപ്പോഴും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുമ്പോൾ പലരും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഞാൻ തീരുമാനമെടുക്കും, ഞാൻ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും എന്നൊക്കെ. ഈ പോകുന്നവരോട് CPI-യിലേക്കോ ചെന്നാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ആ ദിവസം സൈബർ അണികളുടെ അഭിവാദ്യങ്ങളും MV ഗോവിന്ദൻ മാഷ്വക ഒരു ചുവന്ന ഷാളും മാത്രമായിരിക്കുമെന്ന് ചരിത്രം നമ്മുടെ മുന്നിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, KV തോമസ്, ഫിലിപ്പോസ് തോമസ്, ശോഭന ജോർജ്, KC റോസക്കുട്ടി, ഷാജിദ കമാൽ, ലതിക സുഭാഷ്, KP അനിൽകുമാർ, PS പ്രശാന്ത്, ഡോക്ടർ P സരിൻ, A രാമസ്വാമി, G രതികുമാർ, റിയാസ് പഴഞ്ഞി, ബാബു ജോർജ്, ഡോക്ടർ സജി ചാക്കോ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഇതിൽ പല നേതാക്കന്മാരും മുൻ MLA-മാരായവരുണ്ട്, DCC-യിൽ വലിയ സ്ഥാനങ്ങൾ വഹിച്ചവരുണ്ട്, KPCC-യിൽ വലിയ സ്ഥാനങ്ങൾ വഹിച്ചവരുണ്ട്, ബോർഡ് മെമ്പർമാരായിട്ടുള്ളവരുണ്ട്. പലതവണ സീറ്റ് ലഭിച്ചിട്ട് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്, പരാജയത്തിന്റെ പട്ടുകുഴിയിലേക്ക് വീണു പോയവരുണ്ട്. ഇതിൽ ഈ പേര് കേൾക്കുന്നതിൽ രണ്ട് മൂന്ന് മഹിളാരക്തങ്ങളുണ്ട്. അതിലൊന്ന് ശോഭന ജോർജ് ആണ്, മുൻ ചെങ്ങന്നൂർ MLA ആയിരുന്നു, K കരുണാകരൻ ഗ്രൂപ്പിലെ പ്രബലയായിരുന്നു. ഇപ്പോൾ പുള്ളിക്കാരിയുടെ പണി എന്ന് പറയുന്നത് ആറ്റുകാൽ പൊങ്കാല ദിവസം പോയി പൊങ്കാല ഇട്ടിട്ട് പിണറായി വിജയന്റെ ആയുരാരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൊങ്കാല ഇടുന്നതെന്ന് മാധ്യമങ്ങളോട് എല്ലാ വർഷവും പറയലാണ് പുള്ളിക്കാരിയുടെ ഏറ്റവും വലിയ പണി. ഖാദി ബോർഡിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവർക്ക് സീറ്റും വേണ്ട, ഒന്നും വേണ്ട. ഇതിൽ ഏറ്റവും എനിക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ള ഒരു നേതാവുണ്ട് ഈ ലിസ്റ്റിൽ, ലതിക സുഭാഷ്.
സീറ്റ് ലഭിക്കാത്തതിന്റെ പേരിൽ, അവഗണനയുടെ പേരിൽ പാർട്ടി ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പാർട്ടിയിലെ സാധാരണക്കാരനായ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന അണികൾ നാട് നീളെ പോസ്റ്റർ ഒട്ടിച്ചും അനൗൺസ്മെന്റ് ചെയ്തും വീടാന്തരം കയറി അഭ്യർത്ഥനയും മറ്റുമൊക്കെ കൊടുത്ത് പാർട്ടിയെ എങ്ങനെയെങ്കിലും ഒന്ന് വിജയിപ്പിക്കണം, ഒന്നാം പിണറായി സർക്കാരിന്റെ ദുരന്തത്തിൽ നിന്ന് ഇവരെ താഴെ ഇറക്കണം, ഇവിടെ UDF ജയിച്ചു കയറാനുള്ള സാധ്യതകൾ മങ്ങി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു സീറ്റിനു വേണ്ടി പോയി, സീറ്റ് കൊടുക്കാഞ്ഞിട്ടല്ലല്ലോ, ഒരു സീറ്റിനു വേണ്ടി പോയി ഇവർക്ക് കിട്ടാത്ത പോസ്റ്റുകളൊന്നുമില്ല. കൊട്ടിവെച്ച കാറുണ്ടായിരുന്നു, സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നു, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷയായിരുന്നു, അവർ ചോദിച്ച സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് ഇന്ദിരാഭവന്റെ മുന്നിൽ പോയി ഒരു ബാർബറെ വിളിച്ചു വരുത്തി തലമുട്ടയടിച്ചു ഈ മഹിളാരത്നം. എന്നിട്ട് എന്താ ഉണ്ടായേ? കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്തോ എന്തോ പോയി, സീറ്റില്ല, ഒരു പരാതിയുമില്ല. പിണറായി വിജയൻ കൺകണ്ട ദൈവമായി അവിടെ തുടരുകയാണ്. പല ആളുകൾ എത്ര പേർ, അതിൽ ഡോക്ടർ പി സരിൻ നോക്കൂ, ഡോക്ടർ പി സരിൻ UDF നിന്ന് പോകുന്ന ഒരു സാഹചര്യം തികച്ചും പറ്റുന്ന ഒരു കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഇടതിനൊപ്പം ചേർന്ന് CPM ചേർന്നപ്പോൾ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയർ അവിടെ അവസാനിക്കുകയായിരുന്നു എന്ന് സരിൻ മനസ്സിലാക്കണമായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സരിൻ പിണറായി വിജയന് വേണ്ടി നടത്തുന്ന ഒരു പ്രൊമോഷൻ വർക്കിനെ കുഴലൂത്ത് എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കാൻ സാധിക്കും? ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ സരിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആദർശങ്ങളെല്ലാം ഇല്ലാതായിപ്പോയി എന്നുള്ളത്. സരിൻ ആ തിരഞ്ഞെടുപ്പിൽ സഹകരിക്കാതെ മാറി നിൽക്കാമായിരുന്നു. സരിൻ ഉറപ്പായും UDF ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ഒരു സീറ്റിൽ ഡോക്ടർ സരിൻ ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ്. സരിന് വേറെ എന്ത് അക്കോമഡേഷൻ കൊടുത്തു എന്ന് പറഞ്ഞാലും സരിന് വലിയൊരു നഷ്ടമാണ്. സരിനെ പിണറായി വിജയൻ ചേർത്ത് പിടിക്കുമെന്നാണ് ഞാൻ ഇന്ന് വരെയും കരുതിയിരുന്നത്. പാലക്കാട് സീറ്റ് മാറ്റിയിട്ടപ്പോൾ ആ സീറ്റ് സരിനുള്ളതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. NMR മുതലാളിക്കുമായിട്ട് മാറ്റിയിട്ടതാണെന്ന് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വരും, NMR മുതലാളിമാർക്ക് സീറ്റ് കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാണ് തൊഴിലാളി വർഗ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്?